പലപ്പോഴും ആൾക്കാര് നമ്മൾ ആരോട് സംസാരിക്കണം, ആരോട് ഇടപെടണം, ആരോട് ചർച്ചകൾ നടത്തണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ ആൾക്കാർ അത്ര ചൂസിയല്ല. ആരായാലും എന്താ, നമുക്ക് കുറച്ച് ഫൺ കിട്ടുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ വൈബ് ഉള്ളവരെന്നൊക്കെ പറയും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ചുറ്റുമുള്ള ആൾക്കാരെ തെരഞ്ഞെടുക്കുമ്പോൾ അതിൽ ചൂസിയാണോ, എങ്ങനെയാ ചെയ്യുന്നത്? 100% നമ്മളത് എപ്പോഴും നമ്മൾ എന്ന് പറയുന്ന ഒരു ആവറേജ് ഓഫ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്ന ഒരു 5 to 10 പീപ്പിൾ ആയിരിക്കും. അത് 100% നമ്മൾ അതിന്റെ ആവറേജ് ആയിരിക്കും നമ്മൾ. അപ്പോൾ അത് കീപ്പ് ചെയ്യാൻ ഇപ്പം ഞാൻ നേരത്തെയും പറയുന്ന പോലെ തന്നെ ഇത്രയും സീനിയർ ആയിട്ടുള്ള ആൾക്കാരായിട്ട് ഇന്ററാക്ഷൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ എക്സ്പോഷർ കിട്ടിയിട്ടുണ്ട്. ഇപ്പം മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇപ്പം മെൻഡർ കോളേജിലാണെങ്കിലും ശരി, ഞങ്ങൾ അതാണ് ഫസ്റ്റ് ഐഡിയോളജി. അതായത് നമ്മൾ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള സ്റ്റുഡൻസിനെ മാത്രമേ എടുക്കുന്നുള്ളൂ. അതായത് 75% PCM ഉള്ള സ്റ്റുഡൻസ് ഇപ്പം മാർക്ക് ഒരു ക്യൂറേഷൻ പ്രോസസ്സിന്റെ ഭാഗമാണ് മാർക്കുള്ള സ്റ്റുഡൻസിനെ എടുക്കുന്നതിന് ഒരു റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേണിംഗ് ഇൻറ്റൻറ്റ്. കാരണം ആ മാർക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവർ ഹാർഡ് വർക്ക് ചെയ്യും. ആ ഒരു ഹാർഡ് വർക്കിംഗ് മെൻറ്റാലിറ്റി അവർക്കുണ്ട്. അപ്പോൾ അത്ര ആൾക്കാർ ഒരു കൾച്ചറിലുള്ള ആൾക്കാർ ഒരു ഗ്രൂപ്പായിട്ട് വരുമ്പോൾ ആ ഒരു ആവറേജ് അവിടെ നിൽക്കും. ഇത് പല സ്റ്റുഡൻസ് വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രായം എന്ന് പറയുന്നത് നമുക്കറിയാലോ, 17 to 21 എങ്ങനെ വേണമെങ്കിൽ പൊട്ടിത്തെറിക്കാൻ പറ്റുന്ന പ്രായം. ചിലപ്പോൾ അവർ വഴിതെറ്റി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഒരേ കൾച്ചറിലുള്ള ആൾക്കാർ വരുമ്പോൾ നമുക്കവിടെ ഒരു കോമൺ കൾച്ചർ ബിൽഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്ഫുൾ ആവും. ഇതൊക്കെ നമ്മൾ ലേൺ ചെയ്തതിൽ നിന്ന് ഒരു എക്സാമ്പിൾ ആയിട്ടാണ് സത്യം പറഞ്ഞാൽ മെൻഡർ കോളേജിൽ ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് പോലും.